guys, welcome back to my YouTube channel. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് നോക്കാം. നിങ്ങളെ ഒരുപാട് അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള സംഭവ വികാസങ്ങൾ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും നിങ്ങളിലേക്ക് വരുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മുഴുവനുമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും നിങ്ങളിലേക്ക് വരുന്ന ആക്ഷൻസ് എന്തൊക്കെയാണ്, നിങ്ങളോടുള്ള മനോഭാവങ്ങൾ എന്തൊക്കെയാണ്, ഈ റിലേഷൻഷിപ്പിന്റെ സാഹചര്യം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ആ ഒരു എനർജി. ഫസ്റ്റ് തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ള എനർജി എന്താണ് എന്നുള്ളത്. വാവ്, ഹൈഡ് അവേ, മേക്ക് ടൈം ടു ബി വിത്ത് യുവർ പേഴ്സൺ, ക്രിയേറ്റ് യുവർ ഓൺ സ്പെഷ്യൽ ഹൈഡ് അവേ. യെസ്, ഈ പേഴ്സണ് നല്ല രീതിയിലുള്ള ശക്തമായിട്ടുള്ള തോന്നലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങളുമായിട്ട് സമയം ചെലവഴിക്കണം, നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. ഇങ്ങനെ വളരെയധികം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്ന രീതിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സൺ ആദ്യമൊന്നും നിങ്ങളെക്കുറിച്ച് വലിയ കെയറിങ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, നിങ്ങളുടെ അടുത്തേക്ക് വരിക, നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുക, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഈ വ്യക്തി പുറകോട്ടായിരുന്നു. അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ വ്യക്തി അങ്ങനെ പല കാര്യങ്ങൾക്കും പുറകിലേക്കായിരുന്നു. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക, അല്ലെങ്കിൽ നിങ്ങളോട് അടുക്കുക. നമുക്കൊരു വ്യക്തിയായിട്ട് അടുക്കണമെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തണം, അല്ലേ? കുറച്ച് നേരമെങ്കിലും എല്ലാ ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ സമയം ചെലവഴിച്ചാൽ മാത്രമാണ് പരസ്പരം ആ വ്യക്തിയുമായിട്ട് നമുക്ക് പരസ്പരം ഒരു സ്നേഹത്തോടു കൂടി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഒരു സമയം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ്, നല്ലൊരു സാഹചര്യത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് വേണ്ടി ഈ പേഴ്സൺ ഒരുപക്ഷെ സമയം കണ്ടെത്തിയിട്ടില്ലായിരിക്കാം, നിങ്ങൾക്ക് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ അനുകൂലമാക്കിയിട്ടില്ലായിരിക്കാം. ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുക, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്തിരിക്കുക, നിങ്ങൾക്ക് വേണ്ടി ഇരിക്കുക, നിങ്ങളെ സ്നേഹിക്കുക, ഇതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ, റൊമാൻറ്റിക് സർപ്രൈസസ് ആർ ഓൺ ദ ഹൊറിസോൺ, ബി ഓപ്പൺ ടു ദം എന്നാണ്. അതായത് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് മനസ്സ് തുറന്ന് സംസാരിക്കുവാനും നിങ്ങൾക്ക് ചില സർപ്രൈസസ്, അതായത് ചില ഭയങ്കരമായിട്ടുള്ള സർപ്രൈസസ് അല്ലെങ്കിൽ അതിശയകരമായിട്ടുള്ള കാര്യങ്ങൾ, സന്തോഷങ്ങൾ, ഇപ്പോൾ പലവർക്കും വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കണം. നമുക്ക് ഇന്നലെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് ചിലവർക്ക് വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ പേഴ്സൺ കാത്തു സൂക്ഷിച്ചു വെച്ചിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സർപ്രൈസ് ചെയ്യിപ്പിക്കണം, നിങ്ങൾക്ക് ഗിഫ്റ്റ് തരണം, നിങ്ങളെ സന്തോഷിപ്പിക്കണം, ഈ ഒരു ചിന്തയാണ് ഈ വ്യക്തിക്കുള്ളത് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ, ഈ പേഴ്സണ് പലതരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു, ഒരു അദൃശ്യ ശക്തി പോലെ, ഒരു നെഗറ്റീവ് എനർജി പോലെ ഒരു ലേഡീനെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഈ പേഴ്സണെ വഴി തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരെയാണ് ഇതിനോടകം സൂചിപ്പിക്കുന്നത്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പേഴ്സണെ നിങ്ങളിൽ നിന്നും അകറ്റി നിർത്തുവാനും നിങ്ങളിൽ നിന്നും മാറ്റി നിർത്തുവാനും ഒക്കെ ശ്രമിച്ചിട്ടുള്ള ആൾക്കാരുടെ എനർജിയാണ്. ഇതൊരു തേർഡ് പാർട്ടിയാണ്. ഈ കാണുന്ന ഈ ഒരു നിഴല് പോലെയുള്ള ഈ ഒരു രൂപം എന്ന് പറയുന്നത് അതൊരു തേർഡ് പാർട്ടിയാണ്. അപ്പൊ ആ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പല രീതിയിലും ഈ വ്യക്തിയെ എന്താ പറയുക, മിസ്യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അതായത് ദുരുപയോഗം ചെയ്തിട്ടുണ്ട്.
ഈ വ്യക്തിയെ വേദനിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളിൽ നിന്നും അകറ്റാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ തേർഡ് പാർട്ടി മുഖാന്തരം ചെയ്തിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹാപ്പിനെസ് ആണ്. അതായത് ഈ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും മാനിഫെസ്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സന്തോഷമാണ്. അപ്പോൾ സന്തോഷം എന്ന് പറയുമ്പോൾ അത് ആരും നമുക്ക് തരേണ്ട ഒരു കാര്യമല്ല, നമ്മളായിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ് സന്തോഷം എന്ന് പറയുന്നത്. മറ്റാരും തന്നു കഴിഞ്ഞാൽ നമുക്കത് സന്തോഷമാകില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും സന്തോഷിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ തേർഡ് പാർട്ടി പറയുന്നതായിരിക്കാം കേട്ടോണ്ടിരുന്നത്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി പറയുന്നതായിരിക്കാം വേദവാക്യം, തേർഡ് പാർട്ടി പറയുന്നതായിരിക്കാം സത്യം എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടമായിരിക്കാം. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ സന്തോഷം എന്താണ്, സമാധാനം എന്താണ് എന്നുള്ളത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സന്തോഷകരമായിട്ട് മുന്നോട്ട് പോവുക, അതിനോടൊപ്പം നിങ്ങളെയും കൂടി കൂടെ കൂട്ടുക എന്നുള്ളതാണ്. നിങ്ങൾ ബ്ലൂ ബട്ടർഫ്ലൈസ് അല്ലെങ്കിൽ ബ്ലാക്ക് ബട്ടർഫ്ലൈസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ, നീല കളർ ചിത്രശലഭങ്ങൾ, കറുത്ത കളറുള്ള ചിത്രശലഭങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കാത്തിരിപ്പിന് അവസാനം വരുന്നു എന്നുള്ളതാണ്. കാരണം ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരും ഈ വ്യക്തിയുടെ മെസ്സേജിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ കാത്തിരിപ്പിന് ഒരു അവസാനം വരികയാണ് എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കുന്നത്. കാരണം നിങ്ങളുടെ പേഴ്സണ്, നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് സന്തോഷകരമായിട്ട് മുന്നോട്ട് ജീവിക്കണം എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഇപ്പോൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലവ് ആണ്, പ്രണയമാണ്. ഇപ്പോൾ ഇത്രയും കാലം ഈ പേഴ്സൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം അട്രാക്ട് ചെയ്യാനായിട്ട്. പണം, പ്രശസ്തി, ജോലി, വരുമാനം, അല്ലെങ്കിൽ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ കൂടെയുള്ള റിലേറ്റീവ്സ്, അവർക്കൊക്കെ വേണ്ടിയായിരിക്കാം ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ളതും. പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വ്യക്തി ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, സന്തോഷിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും പ്രണയത്തിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു എനർജിയാണ് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഈ വ്യക്തി ഉറപ്പായിട്ടും ഈ ഒരു പ്രണയത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ താല്പര്യപ്പെടുന്നത്. കാരണം എന്തൊക്കെ നേടിയിട്ട് എന്ത് കാര്യം, എന്തൊക്കെ ഉണ്ടായിട്ട് എന്ത് കാര്യം, ഈ വ്യക്തി ഒറ്റക്കാണെന്നും ഈ വ്യക്തിക്ക് ഒരു പങ്കാളി വേണമെന്നും അത് നിങ്ങൾ തന്നെയാണ് വേണ്ടത് എന്നുമുള്ള ഒരു മെന്റാലിറ്റിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്രണയമാണ് ഈ വ്യക്തി ഏറ്റവും കൂടുതൽ ഇപ്പൊ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. നിങ്ങളുമായിട്ട് ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്ത് ആഘോഷിച്ച് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ഇഷ്ടപ്പെടുന്നത്. കാരണം ഈ പേഴ്സൺ ഇത്രയും കാലം ഒറ്റക്കുള്ള ജീവിതമായിരിക്കാം ഇഷ്ടം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടുള്ള ജീവിതം, അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആയിട്ടുള്ള ജീവിതം, അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്നവരായിട്ടുള്ള ജീവിതം. ഇതൊക്കെ ആയിരിക്കാം ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുണ്ടാവുന്നത്, ആഗ്രഹിച്ചിട്ടുണ്ടാവുന്നത്. പക്ഷെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരുമിച്ചുള്ള ജീവിതമാണ്. നിങ്ങളുമായിട്ട് ഒരുമിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എനർജി എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് ഈ വ്യക്തി താല്പര്യപ്പെടുന്നുണ്ട്, എനർജി ഒന്ന് മാറ്റി പിടിക്കാനായിട്ട്. ഇപ്പോൾ സപ്പോസ് ഈ വ്യക്തി വിദേശത്താണ് ജോലി ചെയ്യുന്നതെങ്കിൽ നാട്ടിലേക്ക് വരാൻ നോക്കുന്നു, അല്ലെങ്കിൽ ഇപ്പൊ ഇന്ത്യയിൽ തന്നെയാണെങ്കിൽ വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലാണ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഡൽഹിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ കേരളത്തിലേക്ക് വരാൻ നോക്കുന്നു, അല്ലെങ്കിൽ കേരളത്തിലാണ് ഈ പേഴ്സൺ ഉള്ളതെങ്കിൽ വേറെ സ്ഥലത്തേക്ക് പോകാൻ നോക്കുന്നു. അങ്ങനെ ഒരു എക്സ്ചേഞ്ചിങ് എനർജി ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. കാരണം അത് ജോലിയുടെ ഭാഗമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സൺ സ്വയം തീരുമാനമെടുത്ത് സ്ഥലം മാറി പോകുന്നതും ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങളെയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാനായിരിക്കാം ഈ പേഴ്സൺ തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു എനർജി, നമുക്കൊരു ട്രാവലിംഗ് എനർജി, അതായത് ഒരു യാത്ര ചെയ്യുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോൾ ഫ്ലെയിം ആണ് ഇതിൽ പലവരും ട്വിൻ ഫ്ലെയിം ജേർണിയിലായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ അതിമനോഹരമായിട്ടുള്ള സോൾമേറ്റ് കണക്ഷനും. നമുക്കിവിടെ രാധാമ്മയുടെ കാർഡാണ് കിട്ടിയിട്ടുള്ളത്.
റീഡിസ്കവർ എ ലോസ്റ്റ് പാർട്ട് ഓഫ് യുവർ സെൽഫ്. അതായത് നിങ്ങളെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ഇനിയൊരു ജീവിതമില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ഇനിയൊരു ജീവിതം വേറെ ഇല്ല. കാരണം ഈ വ്യക്തിക്ക് നിങ്ങളുടെ ഭാഗമാണ് ഈ വ്യക്തി. ഈ വ്യക്തിയുടെ ഭാഗമാണ് നിങ്ങൾ. മനസ്സിലായോ? ഒരു അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ നിൽക്കുന്ന ഒരു പ്രണയബന്ധമാണ് നമുക്ക് ഇന്നത്തെ റീഡിങ്ങിൽ ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത്. ഈ പറയുന്നവരെല്ലാവരും ട്വിൻ ഫ്ലെയിം ആണ് എന്നല്ല, പക്ഷെ ട്വിൻ ഫ്ലെയിംസും ഉണ്ട്. അതിനോടൊപ്പം തന്നെ സോൾമേറ്റും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഏറ്റവും നന്നായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പേഴ്സൺ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയാലും, നിങ്ങൾ ഈ പേഴ്സണെ ഉപേക്ഷിച്ചിട്ട് പോയാലും എന്താ പറയാ, ഒരു ഭാഗം നഷ്ടപ്പെട്ടതിന് തുല്യമാണ്. അതാണ് വരാൻ പോകുന്നത്. കാരണം ഒരിക്കലും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപേക്ഷിച്ചിട്ട് വേറൊരു ജീവിതത്തിലേക്ക് പോകാൻ പറ്റത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, എക്സ്പീരിയൻസ് റിലേഷൻഷിപ്പ് ഹാർമണി ആൻഡ് ഹീലിംഗ് ആണ്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരുമ്പോഴാണ് അവിടെ ഹീലിംഗ് നടക്കുന്നത്, അവിടെ സമാധാനം വരുന്നത്, അവിടെ സന്തോഷം വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ യെസ്, ദ സോൾ റാഡിയൻസ് ഫിനിക്സ് റൈസിംഗ് ആണ്. എത്രത്തോളം നിങ്ങൾ രണ്ടുപേരും തരം താഴ്ത്തിയാലും, എത്രത്തോളം നിങ്ങൾ രണ്ടുപേരും അടിച്ചൊതുക്കാം എന്ന് വിചാരിച്ചാലും, നിങ്ങൾ രണ്ടുപേരും പിരിക്കാം, നിങ്ങൾ രണ്ടുപേരും ബ്രേക്കപ്പിലാക്കാം എന്ന് വിചാരിച്ചാലും അത് നടക്കത്തില്ല. വീണ്ടും സോള് വീണ്ടും പുതുജീവൻ എടുത്തുകൊണ്ട് വീണ്ടും ഉയർത്തെഴുന്നേറ്റുകൊണ്ടേയിരിക്കും, വീണ്ടും ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു സോളായിട്ടാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും കാണിക്കുന്നത്. അസസ് ദ സിറ്റുവേഷൻ ആണ്. ഈ സാഹചര്യത്തിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെതായിട്ടുള്ള പരിഹാരങ്ങൾ കണ്ടെത്തിക്കൊണ്ട് നന്നായി മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്ക് ഓവറോൾ എനർജി കിട്ടിയിട്ടുള്ള എനർജി. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള ഒരു പുതിയ തുടക്കത്തെക്കുറിച്ച് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ അവസ്ഥകൾ, ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ കുറിച്ച് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ലെറ്റർ എ കിട്ടിയിട്ടുണ്ട്. 777 തേഴ്സ്ഡേ 1980 പൂരിരുട്ടാതി നാള് വിത്തിൻ 1 ഡേ 23-ാം തീയതി 6 വീക്ക് 6 ആഴ്ച ട്രഡീഷണൽ ഫെസ്റ്റിവൽ 16-ാം തീയതി മൊബൈൽ അഡിക്ഷൻ. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പൊ സാഹചര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കി, സാഹചര്യങ്ങളെ കുറിച്ച് വിലയിരുത്തി വളരെ മനോഹരമായിട്ട് നിങ്ങളുമായിട്ട് ഒരുമിച്ച് മുന്നേറാനാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.